വീണ്ടും ആത്മഹത്യകൾ തന്നെയാണ് പെരുകുന്നത്. പ്രത്യേകിച്ച് ഭർതൃ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്ത ഏറ്റവും ദുഃഖകരമായി മാറുന്നതും ഈ വാർത്ത തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഓരോ വാർത്ത പുറത്തു വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അതൊരു വേദനയായി തന്നെയാണ് മാറുന്നത്. ബാംഗ്ലൂരുവിൽ അത്യാഡംബര വിവാഹത്തിന് പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ തർക്കത്തിനിടെ നവവധു ജീവനൊടുക്കിയ കേസിൽ വമ്പൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീധന പീഡന ആരോപണ വിധേയനായ ഭർത്താവിനെ മഹാരാഷ്ട്രയിലെ ഹോട്ടലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിഥികളുടെ സത്കാരത്തിന് മാത്രം 50 ലക്ഷം രൂപ മുടക്കി വിവാഹം കഴിച്ച രാമമൂർത്തി നഗർ സ്വദേശിനിയായ ഗായിക ജാൻവിയുടെ മരണം ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനത്തിന് ഇരയാക്കിയിരിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ് എന്ന് പറയാം. എല്ലാവരും വളരെയധികം തന്നെ ചിന്തിക്കുകയാണ് ഈ ഒരു സംഭവത്തെപ്പറ്റി. ജാൻവിയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവും മാതാവും നാട് വിട്ടിരുന്നു. നാഗ്പൂരിലേക്കാണ് ഇരുവരും കടന്നത്. ഇതിനു പിന്നാലെയാണ് ഭർത്താവിനെ മരിച്ച നിലയിൽ അമ്മയെ ഗുരുതരാവസ്ഥയിലും കണ്ടത്. സൂരജിന്റെ അമ്മ ജയന്തിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒക്ടോബർ 29-നാണ് രാമമൂർത്തി നഗർ സ്വദേശിയായ ഗായിക ജാൻവി സൂരജിനെ വിവാഹം കഴിക്കുന്നത്. ജീവിതം തുടങ്ങും മുൻപേ അടി തുടങ്ങിയിരുന്നു. കുടുംബങ്ങൾ ഇടപെട്ട് ഇരുവരെയും ശ്രീലങ്കയിലേക്ക് ഹണിമൂണിന് വിട്ടെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലെത്തിയ ജാൻവി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചിരുന്നു. പാലസ് ഗ്രൗണ്ടിൽ നടത്തിയ വിവാഹ സത്കാരത്തിന് മാത്രം ജാൻവിയുടെ കുടുംബം 50 ലക്ഷം രൂപ മുടക്കിയിരുന്നു. ഭർത്താവ് സൂരജിന്റെയും കുടുംബത്തിന്റെയും സ്ത്രീധന പീഡനമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം പോലീസ് പരാതി നൽകി.